വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ 1.25 വർഷമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു സോമശേഖരനും മായയും. അപ്രതീക്ഷിത ദുരന്തം വെന്റിലേറ്ററിലാക്കിയ മകൾ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രാർത്ഥനകളും കാത്തിരിപ്പുമെല്ലാം വിഫലമാക്കിയാണ് 24-കാരിയായ വീണ സോമശേഖരൻ എന്ന ഈ സുന്ദരി പെൺകുട്ടി ഇന്നലെ മരണത്തിനു കീഴടങ്ങിയത്. സ്വപ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു വീണ. അതിലേക്കുള്ള യാത്രക്കിടെയാണ് അപ്രതീക്ഷിതമായ ഒരു വാഹന അപകടം സംഭവിച്ചതും ദാരുണമായി പരിക്കേറ്റ വീണ കഴിഞ്ഞ 15 മാസത്തോളം കിടപ്പിലായതും. എന്ത് വില കൊടുത്തും മകളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അവളുടെ മരണം ഇന്നലെ സംഭവിച്ചതും. പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു വീണ. അമ്പലപ്പുഴ മണി ജ്വല്ലറി ഉടമ സോമശേഖരന്റെയും മായയുടെയും മകളായ വീണയ്ക്ക് ഒരു അഡ്വക്കേറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഏറ്റുമാനൂർ CSI ലോ കോളേജിൽ പ്രവേശനം നേടിയതും. പഠനം പൂർത്തിയാക്കി അഡ്വക്കേറ്റ് ആകുവാൻ ഇനി കുറച്ചുകാലം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്ന ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിനിടെയാണ് വീണയെ തേടി അപകടവും എത്തിയത്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി കോളേജിലേക്കുള്ള റോഡ് കുറുകെ കടക്കുകയായിരുന്നു വീണ. എന്നാൽ അപ്രതീക്ഷിതമായി എവിടെ നിന്നോ പാഞ്ഞെത്തിയ കാറിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് സംഭവിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് വിവിധ ആശുപത്രികളും വീട്ടിലുമൊക്കെയായി 15 മാസത്തോളം നീണ്ട ചികിത്സയും പ്രാർത്ഥനകളും കാത്തിരിപ്പുമെല്ലാമായിരുന്നു നടന്നത്. അപകടത്തിൽ വീണയുടെ തലച്ചോറിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു ഏറെ കാലം. ആദ്യം തെള്ളകത്തെയും പിന്നീട് വെല്ലൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞു. തുടർന്ന് കഴിഞ്ഞ 3 മാസമായി വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യമൊരുക്കിയാണ് മകളെ പരിചരിച്ചത്. അവൾക്കു വേണ്ടി അച്ഛനും അമ്മയും സദാസമയവും ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ നഴ്സിംഗ് സൗകര്യവും വീട്ടിൽ ഒരുക്കിയിരുന്നു. അമ്പലപ്പുഴ മണി ജ്വല്ലറി ഉടമ കൂടിയായ അച്ഛൻ സോമശേഖരൻ പലപ്പോഴും ബിസിനസ് പോലും വിട്ടാണ് മകൾക്ക് വേണ്ടി കാത്തിരുന്ന കഴിഞ്ഞ കുറച്ചുകാലം കടന്നുപോയത്. എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ കാത്തിരിപ്പുകൾക്കും അവസാനം എന്നോണമാണ് ഇന്നലെ ഉച്ചയോടെ വീണയുടെ അന്ത്യം സംഭവിച്ചത്. അപകടം സംഭവിക്കുമ്പോൾ 23-കാരിയായ പെൺകുട്ടിയായിരുന്നു വീണ. ഏക സഹോദരൻ വസുദേവുമായി വലിയ ചങ്ങാത്തത്തിലുമായിരുന്നു. 2023 സെപ്റ്റംബർ 21-ാം തീയതിയാണ് ഏറ്റുമാനൂർ CSI ലോ കോളേജിന് മുന്നിൽ വെച്ച് വീണയുടെ ജീവിതം തകർത്തെറിഞ്ഞ അപകടം സംഭവിച്ചത്. തുടർന്ന് വീണയുടെ സഹപാഠികളും പ്രിയപ്പെട്ടവരുമെല്ലാം ഏറെ സങ്കടത്തിലായിരുന്നു. നിയമ വിദ്യാർത്ഥിനി എന്നതിലുപരി സംഗീതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീണ അമ്മയുടെ പ്രിയപ്പെട്ട മകൾ കൂടിയായിരുന്നു. മുമ്മു എന്നായിരുന്നു എല്ലാവരും വീണയെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്.